അല്ല, പാലക്കാട് സാധാരണഗതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അത്യപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് ചെറിയ തോതിലുള്ള വോട്ടുകൾക്ക് നമ്മളിവിടെ തോറ്റിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റേത് ഒരു സവിശേഷ അന്തരീക്ഷമായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ സന്ദർഭത്തിൽ പോലും വളരെ ചെറിയ നേരിയ വ്യത്യാസം മാത്രമാണ് LDF UDF തമ്മിലുള്ളത്. തുടർന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. വലിയ മുന്നേറ്റം LDF-നുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു. വലിയ മുന്നേറ്റവും ഭൂരിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. മഹാഭൂരിപക്ഷം പഞ്ചായത്തുകൾ, വിരലെണ്ണാവുന്നവ ഒഴികെ ബാക്കിയെല്ലാം LDF പഞ്ചായത്തുകളാണ്. സ്വാഭാവികമായിട്ടും LDF-ന് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം അതിൻ്റെ ഇടപെടലുകളിലൂടെ സാമൂഹ്യ തലത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും വലിയ പ്രക്ഷോഭം നടന്നതിൻ്റെ ഒരു ചരിത്ര ഭൂമിക പാലക്കാടിനുണ്ട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നുള്ളത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്.